ഹലോ, നമസ്കാരം. ഫിൻലൻഡിൽ വന്നിട്ട് നിങ്ങളെ കണ്ടില്ല, പിന്നെ ആരെ കാണാനല്ലേ? പ്രിൻസ് അല്ലേ? അതെ അതെ, പ്രിൻസ്. നിങ്ങളുടെ പേര് ഫിൻലാൻഡ് മല്ലു എന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങളുടെ പേര് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ കുറേ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് കാണുന്നത്. വാസയിലാണ് നിങ്ങൾ വസിക്കുന്നത് അല്ലേ? വസിക്കുന്നത്. അതായത് ഫിൻലൻഡ് എന്ന് പറയുന്നത് ചെറിയ സ്ഥലമാണ്. ഇവിടെ 10,000 പേര് മാത്രം താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമുക്ക് വിശക്കുന്നു, ഞാൻ വീട്ടിൽ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കത്ത് വയ്ക്കാം ഇന്നല്ലേ അല്ലേ? എനിക്ക് ഞാൻ രാവിലെ ഒരു മക്ഡൊണാൾഡ്സ് ആണ് കഴിച്ചത്, വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എല്ലാം ഇത് തന്നെ. ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഇതൊരു ചെറിയ സ്ഥലമല്ലേ? എല്ലാം മൊത്തത്തിൽ ചെറുതാണല്ലേ? ഇവിടെ മൊത്തം മഞ്ഞും എന്താ പറയാ, കഴിഞ്ഞ ദിവസം വരെ മഞ്ഞായിരുന്നു. ഒരാഴ്ചക്ക് ശേഷം ഇന്നാണ് ഞാൻ വെയിൽ കാണുന്നത് കഴിച്ച്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ വാസയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ അല്ലേ, ഇവിടെ ഇവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇടുക്കിക്കാരനാണ് പ്രിൻസ്. ഇടുക്കിയിലെ ഗ്രാമമൊന്നും പോരാതെ ഇവിടെ ഫിൻലൻഡിലെ ഗ്രാമത്തിൽ വന്ന് കൂടിയിരിക്കുകയാണ് വീടൊക്കെ ആയിട്ട്. എന്തായാലും സംഭവം അടിപൊളി, നൈസ്, കൊള്ളാം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ബാഗ് എടുക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു. ഇത് പ്രിൻസിൻ്റെ വൈഫ് ഡൈജി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിവിടെ ബീഫുണ്ട്, പിന്നെ ഇതെന്താ മോരുകറി, മീൻ വറുത്തത്, പിന്നെ ബീൻസ് തോരൻ. ഇതെന്ത് കറിയാ? അത് ഒരു വികാരമില്ലാത്തൊരു കറിയാണ്, പേരില്ലാത്ത കറിയല്ലേ? അത് ടൈഗർ പ്രോൺസ് മാങ്ങയിട്ട് കറി വെച്ചതാണ്. നാടനാക്കാൻ നോക്കിയതാണ്, പക്ഷെ നാടനല്ല. പിന്നെന്താ ഫിനിഷ് ആയോ? ഒന്നും പറയണ്ട, എങ്ങനെ ആയെന്നും അറിയില്ല. എന്തായാലും കഴിച്ച എന്തായാലും സംഭവം കൊള്ളാം. ഇത് ചൂടുള്ളല്ലേ? തിലകന്റെ സിനിമ പറയുന്ന സെപ്പറേറ്റ് ഉപ്പ് എല്ലാം വേറെ വേറെ ഉണ്ടല്ലേ, ആവശ്യത്തിനിട്ട് കഴിച്ചാൽ മതി അല്ലേ? അത് ശരി. നിങ്ങളുടെ വീട് എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല വീടാണ്. നിങ്ങൾ 12 വർഷമായി അല്ലേ ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിട്ട്? ഹായ്, 4 പേരുണ്ട് പിള്ളേര്. പിന്നെ കാണിക്കാൻ മലയാളി ഏത് രാജ്യത്ത് പോയിട്ട് എത്ര വർഷം ജീവിച്ചാലും ഫുഡ് ഇത് തന്നെ കഴിക്കുള്ളൂ അല്ലേ? നിങ്ങൾ നമ്മുടെ നാടൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. പിള്ളേർക്ക് എല്ലാ ദിവസവും കഴിക്കുന്ന മടുക്കും. ചില ദിവസങ്ങളിൽ ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് മാത്രം. ബാക്കി എല്ലാ ദിവസവും നമ്മുടെ ഫുഡ് തന്നെ. നമ്മുടെ ചോറ് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കൂട്ടാനിട്ട് ഇങ്ങനെ ഇളക്കി കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ, അതൊരു ടേസ്റ്റാണ്. പുതിയ ആള് വന്നിട്ടുണ്ട്, 2 months ഓൺലി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ഇവരുടെ വീട് ഇവിടെയാണ്. പിന്നെ അവിടെ ആ താഴെ കാണുന്ന കണ്ടില്ലേ, അതൊക്കെ എനിക്ക് ഒന്ന് പുതിയ വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. താഴെ മേളിൽ സെപ്പറേറ്റ് വീടാണോ അത്? ആണല്ലേ, ഓക്കെ. പുതിയ വീടുകൾ കാണാം. പിന്നെ ഇത് ഇവരുടെ വീട്. പിന്നെ ഇവിടെ മുമ്പിൽ ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട്. താഴെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം അല്ലേ? നമുക്ക് ഇവരുടെ കുറച്ച് ഫിൻലാൻഡ് ഗ്രാമങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവർ ഭാര്യയും ഭർത്താവും രണ്ടുപേരും നഴ്സുമാരാണ്. 15 വർഷം മുമ്പ് ഫിൻലൻഡിൽ ഈ വാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാണ്. വന്നിട്ട് നിങ്ങളിപ്പോൾ വൻ സെറ്റപ്പ് ആയല്ലേ? അല്ല, കാണുമ്പോൾ ആൾക്കാർ അങ്ങനെയല്ലേ, പുറത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വീടൊക്കെ വാങ്ങിച്ച് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ഓൻ അവിടെ പോയിട്ട് വൻ സെറ്റപ്പാന്നല്ലേ പറയുള്ളൂ. ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്നല്ല, യൂറോപ്പിൽ പൊതുവെ എവിടെ എപ്പോഴും ജോലി ഉണ്ടെങ്കിൽ, 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകാം. അതിന്റെ അർത്ഥം ഭയങ്കര ലാവിഷായിട്ട് ഭയങ്കര ബാങ്ക് ബാലൻസ് ഒന്നും അല്ല. ഇവിടെ ആർക്കും അങ്ങനെയില്ല. ആളുകളുടെ കാഴ്ചപ്പാടുകളാണല്ലോ ഭയങ്കരമായിട്ട്. അതെ, പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ നിലവിലെ ഫിൻലൻഡിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ഫിൻലൻഡിൽ നിന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഗ്ലോബലി ഈ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടിയത് കൊണ്ട് ഭയങ്കര പാടാണ്. പക്ഷെ അങ്ങനെ പാടാണെന്ന് അതാ നാട്ടുകാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. നീ നന്നായില്ലേ, ബാക്കിയുള്ളവൻ നന്നാവാതിരിക്കാൻ വേണ്ടി അസൂയ കൊണ്ട് നീ പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയുള്ളൂ. സത്യം പറയാന്ന് വെച്ചാൽ നമ്മളൊക്കെ ആ വന്ന സ്റ്റേജിൽ കുറേയധികം കഷ്ടപ്പെട്ടേക്കുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ടറിയാം. അപ്പം ഒത്തിരി കടവും വില വാങ്ങിച്ചും ഒക്കെ ആളുകൾ 10-30 ലക്ഷം രൂപ മുടക്കി ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മുടെ ആരുടെയെങ്കിലൊക്കെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ വന്നൊരു പാർട്ട് ടൈം ജോലിയൊന്നും ഇല്ലാണ്ട് അവരെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനപ്രയാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ആളുകൾ വരുന്നതുകൊണ്ട് സന്തോഷമുള്ളൂ. കാരണം പൊതുവെ ആൾക്കാർ മലയാളീസ് കുറവുള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അപ്പം
അതുകൊണ്ട് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധാരണയാണ്, അതായത് അവര് നിങ്ങൾ രക്ഷപ്പെട്ടാൽ മാത്രം മതി, ഞങ്ങൾക്കും രക്ഷപ്പെടണ്ടേ എന്നുള്ള വിഷയങ്ങള്. അത് ശരിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവര് തന്നെ ഈ പറഞ്ഞ പോലെ 15 വർഷം മുമ്പ് ഒരു വിസ തട്ടിപ്പിന് ഇരയായ ആളുകളാണ് അല്ലേ? അതെ അതെ. ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ? ലൈവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. എന്തായാലും പറഞ്ഞോ, കാരണം നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇതല്ലേ, അതായത് ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് അല്ലെങ്കിൽ തെറ്റായ ഇപ്പൊ റീസെന്റ് പോലും ഒരു ഇൻഫ്ലുവൻസർ പോലും ഒരു വിസ തട്ടിപ്പ് കേസിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ സ്റ്റോറിയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതായത് 15 വർഷം മുമ്പ് നമ്മളിവിടെ ജോലിക്കായിട്ട് നാട്ടിൽ നേഴ്സുമാരായിരുന്നു. ഇവിടെ വന്ന് നമുക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളിവിടെ വരുന്നു. വന്നു കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ജോലിയില്ല, ഇവിടെ സ്റ്റുഡന്റ് ആണെന്ന് അന്നേരമാണ് അറിയുന്നത്. ആ 15 വർഷം കാലഘട്ടം മുമ്പ് നമുക്ക് അന്വേഷിക്കാനുള്ള ഓപ്ഷൻസും കുറവായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ജോലിയില്ല, പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ പൈസ കണ്ടെത്തേണ്ടി വരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അതായത് നിങ്ങൾക്ക് നാട്ടിലെ പൈസ കണ്ടെത്താൻ സാധ്യമായതുകൊണ്ട് നിങ്ങൾ ജീവിച്ചു പോയി. എന്തായാലും നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക്. കൃഷിയാണ്. അപ്പൊ അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനഫായിട്ടുള്ള വിന്റർ ക്ലോത്ത്സ് പോലും ഇല്ല. നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് പോകുന്നു, അത് ഇവിടെ ഇനഫല്ല. ഇവിടെ -30, -20 നമുക്ക് പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അതായത് 2 തോളത്തും പറയുമ്പോൾ ആൾക്കാർ അവർക്കും തള്ളാന്ന് പറയും. അതായത് 30 കിലോ വെയിറ്റ് ഒക്കെ ഇങ്ങനെ തോളത്തിട്ട് -30 ഇങ്ങനെ മഞ്ഞിക്കൂടെ വലിച്ച് ഇങ്ങനെ ഓരോ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നല്ല അകലമായിരിക്കും ഗ്രാമങ്ങളിലൊക്കെ. അപ്പോൾ അവർ അവിടെ ചെന്ന് നമ്മൾ സാധനങ്ങൾ വേണമെന്ന് ചോദിക്കും, സാധനങ്ങൾ വാങ്ങത്തില്ല. അപ്പം 40 യൂറോയുടെ സാധനം പോയിരിക്കും 5 യൂറോ ആയിരിക്കും കമ്മീഷൻ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് നാൾ പിടിച്ചു നിന്നു. പിന്നെ ഇവിടെ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറച്ച് സപ്പോർട്ട് നമുക്ക് ആ സമയത്ത് തന്നു. പോലീസ് കേസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കൊടുത്തല്ല, നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ സ്കൂളുകാർ തന്നെ അറിഞ്ഞു നമ്മളിങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്, അവർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ കഷ്ടപ്പെടുന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് കുറച്ച് ഇടപെട്ട് നമ്മൾക്ക് നാട്ടിലേക്ക് വിടാനുള്ള ഒരു സംവിധാനം നോക്കി. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫിൻലൻഡ് വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ മുടക്കിയ പണം, പിന്നെ നാണക്കേട്, മാനഹാനി, ആ ഒരു ചിന്ത കൊണ്ടാണ് പകുതി ആൾക്കാർ നാട്ടിൽ തിരിച്ചു വരാത്തത്. അതായത് വിസ തട്ടിപ്പിനിരയായ പല ആൾക്കാരും 90% ആൾക്കാരും എങ്ങനെയും അവിടെ എന്താ പറയാ പട്ടിപ്പണി എടുത്താണെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് തിരിച്ചു നാട്ടിൽ പോയാൽ നാണക്കേടാന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് അല്ലേ? അങ്ങനെ കുറെ വർഷത്തെ നമ്മുടെ കഷ്ടപ്പാടിന് ശേഷം പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പൊതുവെ ആളുകൾ കുറവായിരുന്നു, ഫോറിനേഴ്സിന്റെ എണ്ണം കുറവായത് കൊണ്ടൊക്കെ നമ്മൾ പഠിച്ചു, വീണ്ടും ഇവിടെ വന്ന് പഠിക്കേണ്ടി പോകുന്നു, ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ജോലിക്കൊക്കെ കയറി വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഇപ്പോൾ എന്ന് പറയുന്ന ഒരു നമ്മൾ വലിയ നാട്ടിൽ നല്ല ജോലിയും ഗൾഫിലൊക്കെ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നവർ കളഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാനൊക്കെ വരുന്നു. അത് കഴിയുമ്പോഴേക്കും അവർക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടുന്നില്ല. അത് കഴിഞ്ഞ ശേഷം ആ സെയിം പ്രൊഫഷനിൽ ജോലി കിട്ടാഞ്ഞിട്ട് എന്തെങ്കിലും അൺസ്കിൽഡ് അത് കിട്ടാൻ പാടാണ്. എന്നിട്ട് അതൊക്കെ ചെയ്ത് ക്ലീനിങ് ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു. കാരണം തിരിച്ചു പോകാനുള്ള മാനസിക ബുദ്ധിമുട്ട്. കാരണം എന്നാ പറയുന്നത്, തിരിച്ചെങ്ങനെ പോകും, ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നുള്ള കാഴ്ചപ്പാടൊക്കെയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ക്ലീനിങ് ജോലി മോശമാണെന്ന് വിചാരിക്കേണ്ട, നല്ല ജോലിയാണ്. പക്ഷെ ക്ലീനിങ് ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്, ആ ചിന്തയിലാണ് ഇവിടെ വരുന്നത്. അത് അങ്ങനെ കുറെ ആൾക്കാർ പറയും, അത് ചെയ്യാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നത്. നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറെ സ്വപ്നങ്ങളും കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കും പോകുന്നത്. അന്നേരം ഇവിടെ വന്നിട്ട് ക്ലീനിങ് ജോലി ചെയ്യാൻ പോകുമ്പം ഉറപ്പായിട്ടും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ജോലിയൊക്കെ ചെയ്യാൻ നമ്മൾ സന്തോഷമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുക, നാട്ടിൽ ഓൾറെഡി മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. ഈ പ്രൊഫഷനിൽ നല്ല സാമ്പത്തികമായ ചുറ്റുപാടിൽ അവരോട് വന്നു കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് ആ സെയിം പ്രൊഫഷനിൽ ജോലി കിട്ടാണ്ട് വരുമ്പോഴേക്കും ആ സ്റ്റുഡൻസിന്റെ അവസ്ഥയുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നമുക്ക് എല്ലാ ജോലിക്കും ഇവിടെ തുല്യ വേതനമാണ്, ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതുപോലെ കിട്ടുന്നില്ല എന്നുള്ള മനപ്രയാസം നമ്മുടെ അടുത്ത് ഇങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് ആളുകൾ അറിയണം. ഇത് ശരിക്കും ബ്രോ, ഞാനിത് കുറെ നാളായിട്ട് പറയണം വിചാരിച്ചോണ്ടിരുന്നതാണ്. ഇപ്പം ബ്രോയെ പോലെ നല്ലൊരാളെ കിട്ടിയപ്പോൾ എനിക്കിത് പറയണം തോന്നി. കാരണം ഞാൻ ഈ യൂറോപ്പിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടുന്ന് ഞാനിപ്പം ഡെൻമാർക്കും സ്വീഡനും കൂടെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു. ഈ എല്ലാ രാജ്യങ്ങളിലും ഞാൻ ഏതെങ്കിലും ഒരു മലയാളിയെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും തരത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിനകത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ വന്നവരുണ്ട്. ഈ ജോലി ചെയ്യുന്നവരിൽ തന്നെ എന്താ പറയുക, നമുക്കത് എന്താ ഞാൻ പറയാതെ ഏത് രീതിയിൽ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിവിളിയോ. അതായത് വളരെ ഹൈ പൊസിഷനിൽ വലിയ സ്ഥാനങ്ങളിൽ വലിയ കമ്പനികളുടെ വലിയ നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈ സാലറി വാങ്ങുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ, നല്ല വലിയ ബിസിനസ്സുകാർ മുതൽ ചെറിയ ബിസിനസ്സുകാർ, അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ
എന്താ പറയുക റെസ്റ്റോറൻറ്റുകളിലും പിന്നെ വെയിറ്റർമാരായിട്ടും ക്ലീനർമാരായിട്ട് ഇലക്ട്രീഷ്യനായിട്ട് പ്ലംബറായിട്ട് ബാർബറായിട്ട് അങ്ങനെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ജോലികൾ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളെ ഈ പറഞ്ഞ എല്ലാ രാജ്യത്തും ഞാൻ കണ്ടു. ഒപ്പം ധാരാളം വിദ്യാർത്ഥികളെയും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിദ്യാർത്ഥികളായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നാട്ടിൽ നിന്ന് പൈസ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക, പഠിക്കുക. ഇവിടെ വന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആണെന്നുണ്ടെങ്കിൽ അത് പല രാജ്യത്തും കഷ്ടപ്പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റവന്യൂ കിട്ടിയെന്നൊന്നും വരില്ല, അല്ലേ? അതായത് പഠിക്കാനായിട്ട് വരുവാണെങ്കിൽ നല്ല രാജ്യങ്ങളാണ്, നന്നായിട്ട് പഠിച്ചിട്ട് പോകാം, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷ എങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ പഠിക്കുന്ന പൈസയും അതുപോലെ നാട്ടിൽ കുറേ കടമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാം എന്നുള്ള പ്രതീക്ഷ വന്നു കഴിയുമ്പോഴേക്കും മാനസികമായിട്ട് തകർന്നിട്ട് ഇപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിക്കോട്ടെ, യൂറോപ്പിലെ ഏത് ഭാഗത്തായിക്കോട്ടെ, ഇവർ പെട്ടെന്ന് ഡ്രഗ്സ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അങ്ങ് ഇടപെട്ടു പോവാണ്. വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഈ പോളണ്ടിലും അതുപോലെ തന്നെ ഈ ലാത്വിയ ലുത്വാനിയയിലേക്ക് ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെ ഇതായി പോകുന്നുണ്ട്. ഇവിടെ നാട്ടിലുണ്ടായിട്ട് പിള്ളേർ മൊത്തം ഡ്രഗ്സും തലവെട്ടി പൊളിക്കുന്നു, അതാണ് ഇതാണ്. അപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കൺട്രോൾ നാട്ടിൽ പേരൻസിൻ്റെ കൂടെ നിന്നിട്ട് ഇത് തന്നെയാണ് അവസ്ഥയാണ്. അതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരൻസ് ഇവരെ രക്ഷപ്പെട്ടെന്നോർത്ത് വിടുന്നതാണ്. പക്ഷേ തെറ്റായിട്ടുള്ള ഏജൻസികളുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ ഷോർട്ട് ടൈം കണ്ടിട്ട് പറ്റുന്നത് കുഴപ്പമാണ്. പക്ഷേ ഈ ഫിലിമിലേക്കോ അല്ലെങ്കിൽ സ്വീഡൻ നോർവേയിലേക്കോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരോടും മെസ്സേജ് ചോദിക്കുക, ആരെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരും. ഈവൻ ഞാൻ സാധാരണഗതിയിൽ എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിയാലിറ്റി പറയാറുണ്ട്, വീഡിയോയ്ക്കകത്ത് പറയാറുണ്ട്. പക്ഷേ ആളുകൾ ആ സമയത്ത് ഓർക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസൂയ കൊണ്ടാണ്. ഒരു അസൂയവും ഇല്ല. കാരണം ഒരാൾ രക്ഷപ്പെടുന്നത് നമുക്ക് പ്രത്യേകിച്ച് അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ നമുക്കും വേണ്ട. അപ്പം റിയൽ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് ആളുകൾ അറിയണമെന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. യെസ്, അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലെ വിലയേറിയ 10 മിനിറ്റ് സമയം ഞാനിപ്പോൾ ചിലവഴിച്ചത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകണം. പുറത്ത് മൈഗ്രേഷൻ ഈസ് അത് നമുക്ക് ആർക്കും തടയാൻ പറ്റത്തില്ല. മൈഗ്രേഷൻ വേണം. പക്ഷേ അത് നേരായ രീതിയിൽ റിയലായിട്ടുള്ള രീതിയിൽ നന്നായി കാര്യങ്ങൾ പഠിച്ച് എവിടെയാണെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഒരിക്കലും എടുത്തു ചാടി കയ്യിലുള്ള പൈസ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചും ലോൺ എടുത്തും കയ്യിലുള്ള എല്ലാം വിറ്റ് തീർത്തും എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി പെട്ടുപോയ ധാരാളം ആളുകളുണ്ട്. അവരെ പോലെ ഇനി നിങ്ങളും ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തത്. എന്തായാലും ബാക്കി നമുക്കിപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ പോകുന്നത്? ചുമ്മാ ഇവിടെ ഐസ് ഹോൾ ഉണ്ട്. അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചാടിയ സ്ഥലമല്ലേ? അതായത് ഫിൻലൻഡിലെ ആളുകളുടെ ട്രഡീഷണൽ സംഭവമാണ്. വിന്റർ ആയി കഴിഞ്ഞാൽ ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കടലിലോ അല്ലെങ്കിൽ ലേക്കിലോ ഒക്കെ കുഴി ഉണ്ടാകും. ആ കുഴിക്കകത്തേക്ക് ഐസായിട്ട് എടുക്കും കേട്ടോ. ഐസായിട്ട് എടുക്കുന്ന കുഴിക്കകത്ത് നീ ഒന്ന് കുളിക്കുക. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇടയ്ക്ക് എന്തായാലും ഇവിടെ വന്ന് വെട്ടുപോയി. എന്നാൽ പിന്നെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ വല്ലപ്പോഴൊക്കെ ചെയ്ത് പോയി കണ്ടിട്ട് തരാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നേ. സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കടൽ ഇവിടെ അടുത്താണോ? ഇത് കടലാണ്, കടലിന്റെ സൈഡ് കിടക്കുന്നതാണ്. ഇത് കടലാണ് ആക്ച്വലി. നമ്മളിപ്പോൾ എവിടെ ഉള്ളേ? ശരിയാ, പോർട്ട് സിറ്റി ആണല്ലോ. ഞാനതാ നോക്കിയത്. നമ്മുടെ പോർട്ട് എവിടാ? നാളെ കപ്പൽ ഇവിടുന്ന? നാളെ കപ്പൽ ഇവിടുന്ന്. ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടനാട് പോലത്തെ സ്ഥലങ്ങളാണ് അല്ലേ? കടലിൽ വേവ്സ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. കരയെടുത്തായിരിക്കും. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഈ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് ഇതൊക്കെ ഉണ്ടല്ലോ. അതിൽ മറ്റേ കുട്ടനാട് പോലെ ഭൂപ്രകൃതിയിലെ മറ്റേ കടലിൽ താഴ്ന്നു കിടക്കുന്ന സ്ഥലം ഏതാ? നോർവേ ആണോ? നോർവേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ കുട്ടനാട് പോലെ ഉള്ള പാടങ്ങളും പിന്നെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളും പിന്നെ കടലും താഴ്ന്നു കിടക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഐസ് ഇങ്ങനെ ഉരുകി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പം വിൻ്റർ കഴിഞ്ഞ് തുടങ്ങിയല്ലോ, വിൻ്ററിൻ്റെ ഒരു എക്സ്ട്രീം വിൻ്ററിൻ്റെ ഒരവസ്ഥ കഴിഞ്ഞു. അപ്പോൾ ആ ഉരുകി തുടങ്ങിയ സമയത്ത് ഇവിടെ ആളുകൾ തണുത്ത വെള്ളത്തിൽ ചാടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ രണ്ടുപേര് ഓ മൈ ഗോഡ് യു ഈസ് എ ക്രേസി. Really? I don't recommend. It's an experience. Okay, are you from here? Yeah. Oh, okay. I'm from Vaasa, but in Finland, yeah. Oh my god, yeah. എൻ്റെ ദൈവമേ, ഇതേ വെള്ളത്തിൽ കുളിച്ചിട്ട് കയറി വരുന്നുണ്ടോ? ഇങ്ങനെ ഇത് നേരത്തെ ഫുൾ ഐസായിരുന്നു, കട്ട് ചെയ്തിട്ടേക്കുന്നതാണേ. അപ്പോൾ ഈ മോട്ടർ വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഫ്രോസൺ ആകാണ്ടിരിക്കാൻ മോട്ടർ വെള്ളം ഇട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടോ? ഓക്കെ. അപ്പോൾ ഇത് അപ്പുറം ഐസായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ശരിക്കും ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ചാടാൻ വേണ്ടി. ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഇത് ഫ്രീ ആണ്, ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. ഇവിടെ ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് റൂമാണ്. മാറി എന്നെ നമ്മുടെ മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ആ ഒരു 3 അക്ഷരമുള്ള വാക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അസഭ്യമായി പോകും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ മൊത്തം ഐസ് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, അതൊക്കെ പാളിയാണ്, കണ്ടില്ലേ? ഇത് നല്ല ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ -40 സെൻറ്റിമീറ്റർ കനത്തിലായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ കൂടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാറൊക്കെ ഓടിച്ചിട്ട് പോയത്. ഇതോടെയൊക്കെയാണ് കാർ ഓടിച്ചിട്ട് പോയത്.
നിങ്ങൾ ഇതിന്റെ മേളിൽ കൂടെ കാർ ഓടിച്ചു. ഓക്കെ. പക്ഷെ ഇപ്പം ഈ ഒരു ഒരാഴ്ച ആയുള്ളൂ പ്ലസ് ഡിഗ്രി ആയതുകൊണ്ട് മെൽറ്റ് ആയി തുടങ്ങും. ഇപ്പോഴും ഇത് നല്ല കട്ടിയുണ്ട്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു മറ്റേ ഐസ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റിഗൽ വെച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഡ്രിൽ ചെയ്തിട്ട് ഐസ് ഫിഷിങ്. നിങ്ങൾ ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്ക്? ഇവർ ശരിക്കും ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഫിൻലാൻഡ് മല്ലു എന്ന് പറഞ്ഞ രീതിയിൽ ആക്റ്റീവാണ്. ഫിൻലാൻഡിൽ നിന്നുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ ആളുകളെ കാണിച്ച് കൊതിപ്പിക്കുന്ന വീഡിയോസാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത്. പുള്ളി ഫുൾ ടൈം യൂട്യൂബറൊന്നുമല്ല. പുള്ളി ഈ പറഞ്ഞ പോലെ അതെ നേരം പോക്ക്, ടൈം പാസ്, അങ്ങനെയുള്ള പല പരിപാടികൾ. എന്തായാലും ഇത് കൊള്ളാം സംഭവം. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രാമ വഴികളെന്നൊക്കെ പറയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടെ നടക്കല്ല, വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെയൊക്കെ വീടുകളൊക്കെ കണ്ടത് ഭയങ്കര ട്രഡീഷണൽ ഹൗസുകളോ? അതായത് പഴയ ഇവർക്ക് റെഡ് ഹൗസ് ഭയങ്കര ഡിമാൻഡാണ്. ഇവര് പെർമിഷൻ നമുക്ക് പുതിയ വീടിന് പെയിന്റ് അടിക്കാൻ പറ്റത്തില്ല. പെയിന്റ് അടിക്കുന്നതിന് പെർമിഷൻ വേണം. പെയിന്റ് അടിക്കുന്നതിന് പെർമിഷൻ വേണോ? പെയിന്റ് അടിക്കണം ഒരേ ഏരിയക്ക് അനുസരിച്ച് വേണം പെയിന്റ്. റെഡ് ഹൗസിൽ നമുക്ക് അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. പഴയ വീടുകൾക്കാണ് അവർ പെയിന്റ് അടിക്കാൻ പെർമിഷൻ. സ്വന്തം വീടിന് പെയിന്റ് അടിക്കണവരെ പെർമിഷൻ വാങ്ങേണ്ട നാടാണ് ഗൈസ്. നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കണ്ടില്ലേ? അവിടെയൊക്കെ കണ്ടോ? നല്ല നല്ല വീടുകളൊക്കെ കണ്ടില്ലേ? നമുക്ക് ആണ്ടാ ഇതോടെ ഒരു വീട്, അപ്പുറത്ത് കുറേ വീടുകൾ സെറ്റപ്പ് ആട്ടോ. നിങ്ങളപ്പോൾ 15 വർഷമായിട്ട് ഇവിടെ തന്നെയാ? ഈ സ്ഥലത്ത് തന്നെയാ? ശരി. അപ്പോൾ വാസയിലെ മുക്കും മൂല്യം ഒക്കെ പഠിച്ചു വെച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഏതൊരു സ്ഥലത്ത് വന്നത് വണ്ടി തിരികുകയാണ്. നമ്മുടെ മൊത്തം സ്നോയാണ്. കട്ട തണുപ്പത്ത് -5 ഓടുന്ന ചേച്ചി. ഞങ്ങളങ്ങനെ ഇവിടുത്തെ സിറ്റി സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ എവിടെ പോയാലും ഏത് ചെറിയ സ്ഥലത്ത് പോയാലും അവിടെ ഒരു സിറ്റി സെൻറ്റർ ഉണ്ടാവും. ഒരു ചെറിയ ടൗൺ ആണെങ്കിൽ എന്താണെങ്കിലും അവിടെ ഒരു സിറ്റി സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റേ ഇടുക്കിയിലെ സിറ്റി സെൻറ്റർ മറ്റേ ബാലമ്പുള്ള സിറ്റി അല്ലേ? അല്ലേ? അവിടെ കുറേ സിറ്റികളുണ്ടല്ലോ അല്ലേ? മൊത്തത്തിൽ കുറേ സിറ്റികൾ അവിടെയുണ്ട്. അതായത് ബേസിക്കലി ഇത് കാണാൻ വേണ്ടി വന്നതല്ല. എനിക്ക് മറ്റേ ഇവിടുത്തെ ഫിൻലൻഡിൻ്റെ സൂനിയർ വാങ്ങാൻ പറ്റിയില്ല. സ്റ്റോക്കോമിന്നല്ല മറ്റേ ഹെൽസിങ്കിന്ന്. അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ടൗണൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഫസ്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ വന്നിറങ്ങിയപ്പോഴേക്കും ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു പട്ടിക്കാട് സെറ്റപ്പ് ആണല്ലോ. ആൾക്കാർ വിചാരിക്കുന്ന യൂറോപ്പ് എന്ന് പറയും ഒരു ഫോട്ടോ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ടൗണിൽ പോയി എന്നിട്ട് സൈഡിൽ നിന്ന് വിചാരിച്ചു. അതെ അതെ അതെ. അത് ശരിക്കും ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈക്ക് നല്ല വീടുകളൊക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ടൗണിലൊക്കെ വന്നാൽ നമുക്ക് അത് വേറെ കാര്യം എന്നറിയോ, യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂറോപ്പിൻ്റെ ഒരു വൈബ് കിട്ടുന്ന രാജ്യങ്ങൾ കുറച്ചേ ഉള്ളൂ. അത് അതിൻ്റെ പ്രശ്നമുണ്ട്, കുറച്ചേ ഉള്ളൂ. ബാക്കി ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ ശാന്തമായിട്ടൊക്കെ ജീവിക്കാനൊക്കെയാണ് നല്ലതാണ്. ഇപ്പോൾ ഈ വൈബൊക്കെ ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഫിൻലൻഡ് പറ്റത്തില്ല. അതെ അതെ. ഇത് ഏതോ ഒരു ഷോപ്പിംഗ് മോളാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചേ. അതാണ് സംഭവം, അതാണ് ഹോട്ടലിൻ്റെ പേര്. നല്ല പേര്. ഇവരുടെ ഭാഷയാണോ? ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഭാഷ. മാന്യമായിട്ടുള്ള ഭാഷ വല്ലതും ഉണ്ടോ? അടിപൊളി. ഓക്കെ, ഒരു ഹോട്ടലിലേക്ക് പേരിട്ടിരിക്കുന്നതായിട്ടില്ലേ. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റുകളാരും വരാത്ത, അല്ലെ ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം ഞാൻ ഈ ഒരു യാത്രയിൽ കാണുന്നത് ഇപ്പോഴാണ്, കുറേ നാളുകൾക്ക് ശേഷം. യൂറോപ്പിൽ കയറിയിട്ട് നമ്മൾ പോയായിരുന്നു, പക്ഷേ എന്നാലും ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമല്ലെന്ന് തോന്നുന്നു അല്ലേ? ലോക്കൽ ടൂറിസം, ഡൊമസ്റ്റിക് ടൂറിസം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവരുടെ ഷോപ്പിംഗ് സ്ഥലങ്ങളാണ്. അതായത് ബേസിക്കലി ഇതിനകത്താണ് നമ്മളിപ്പോൾ സുവനീർ വാങ്ങിക്കാനായിട്ട് പോയ ഷോപ്പിംഗ് കടകൾ. പിന്നെ അതിനകത്ത് റെസ്റ്റോറൻറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരു ഫിൻലാൻഡിൻ്റെ ഒരു മാഗ്നറ്റ് കിട്ടി എനിക്ക്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അവിടെ കുറേ ബോർഡുകളൊക്കെ കാണാമല്ലോ. അതിൻ്റെ മേളിലൊക്കെ എന്താ ഹോട്ടൽസ് ഉണ്ടാവുമോ? ഓഫീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. പിന്നെ രണ്ടെണ്ണം അടിക്കാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയുള്ള സ്ഥലങ്ങൾ. അതാണ് ബേസിക്കലി, അത്രേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി ശരിക്കുള്ള സമ്മർ വരുന്നത് ആകെ ഒരു 3 മാസമേ ഉള്ളെന്ന്. ആ 3 മാസം എന്ന് പറയുന്നത് രാത്രി ആവില്ല, അതായത് ഫുൾ ടൈം പകലായിരിക്കും. പിന്നെ ഇവിടെ കഴിഞ്ഞ മാസം വരെ ആകെ ഡേ ലൈറ്റ് കാണുന്നത് 3-3.5 മണിക്കൂറേ ഉള്ളൂ എന്ന്. അങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു. ഇവിടെയും നോർവേ ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? കൂട്ടുകാരാന്ന് തോന്നുന്നു. അവർ ഭയങ്കര എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കിടന്നേക്ക്. അടിപൊളി. അങ്ങനെ നമ്മുടെ ഡിന്നർ ടൈമാണ്. കണ്ടില്ലേ, ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ, രണ്ടുപേരും കൂടെ ഇവിടെ. ഒരാളിവിടെ കോഴിയെ ക്ലീൻ ചെയ്യുന്നു,
ഒരാളിവിടെ പച്ചക്കറി ക്ലീൻ ചെയ്യുന്നു. കുറച്ച് സാലഡിനുള്ള പരിപാടിയാണ്. സലാഡിനുള്ള ടച്ചിങ്സ് ആണോ? അത് ശരി. ഇവിടെ ഒരു കുട്ടി ഷെഫും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടി ഷെഫ് ഭയങ്കര എനിക്ക് തോന്നുന്നു ആൾക്ക് ഭയങ്കര പാചകത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അയ്യോ അതാണ് ചിക്കനൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പോകും, കട്ട് ചെയ്യാൻ പോകും, എന്തോ പരിപാടിയൊക്കെയാണ്. സോ അങ്ങനെ ഞാൻ ഇന്ന് പ്രിൻസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇതാണ് എൻ്റെ മുറി ഉണ്ടല്ലേ. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ച് എൻ്റെ തുണിയെല്ലാം അലക്കി കഴിഞ്ഞ് തുണി അവിടെ കുറച്ച് ഉണക്കാനിട്ടു, പിന്നെ കുറച്ച് ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അപ്പോൾ എത്ര 10 മണിയായി, കിടന്നുറങ്ങാൻ പോവാണ്. നാളെ രാവിലെ നമുക്കിവിടെ കുറച്ച് സൈറ്റ് സീയിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ സ്വീഡനിലേക്ക് പോകും. കുഞ്ഞാവ് രാവിലെ എണീറ്റ് ഉറക്കമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഭക്ഷണം സൂപ്പർ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ എന്താ പറയുക, എൻ്റെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറും ഉണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. നമുക്ക് ഇവിടെ അതൊരു പാലമുണ്ട്, കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്ന് നല്ല സണ്ണി ഡേ ആണ്, സണ്ണി വെതർ. ശരിക്കും നല്ല സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ശരിക്കും എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടെയൊക്കെ കാണാനായിട്ട്. ഈ സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ചടപ്പായിരിക്കും. ഇതിപ്പോൾ അവിടെ മുമ്പിൽ ഒരു പച്ച കളറിൽ വലിയൊരു ട്രക്ക് വന്നു. അപ്പോൾ ഈ ട്രക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രക്ക് വന്നിട്ടാണ് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇവർ കണ്ടില്ലേ, അവിടെ ഒരാൾ വന്നിട്ട് ആളുകൾ നമ്മൾ ആ വേസ്റ്റ് എല്ലാം കൂടെ ആ ഡബ്ബയ്ക്കകത്തിട്ട് വെക്കും, വീട്ടുകാരെല്ലാവരും കൂടി. എന്നിട്ട് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ വന്നിട്ട് അവരിതുപോലെ വന്നിട്ട് കണ്ടോ അവരതെടുക്കും. അത് ലൈക്ക് ഒരാൾ മതി, ഒരാൾ മതി ഈ വേസ്റ്റ് കംപ്ലീറ്റ് ആ വണ്ടിക്കകത്തോട്ട് ഡംപ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അത്ര സിമ്പിൾ പരിപാടിയല്ലേ. മൊത്തത്തിൽ ബാക്കിൽ മറ്റേ പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ സ്നോ വീണ് കിടക്കുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവരുടെ സ്ഥലം. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. നമ്മുടെ ചതുപ്പ് സ്ഥലങ്ങൾ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണെന്ന് പറഞ്ഞില്ല. അതായത് കുട്ടനാട് പോലത്തെ ഒരു പ്രദേശമൊക്കെയാണ്, എന്നാൽ കടലാണ് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് പറയാം. അപ്പോൾ ഈ കാണുന്ന ഐലൻഡുകളിലേക്ക് ഒരു പാലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവരങ്ങനെ പാലം കയറിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ഐലൻഡുകൾ കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കടലിടുക്കിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കാണുന്നത് സ്വീഡനാണ് കേട്ടോ. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും ഈ ഒരു ഗൾഫ് ഓഫ് ബോത്നിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു പ്രദേശം. ഇവിടെ കടൽ, ഇതൊക്കെ കടലിന്റെ ഭാഗമായിട്ട് അല്ലേ. ഈ വെള്ളം ബാക്കിയെല്ലാം ഫ്രോസനായി കിടക്കുകയാണെ. ഇവിടെ എന്താ, ഇവിടെ വെള്ളത്തിന് ഇങ്ങനെ ചെറിയ ഒഴുക്ക്, ഈ ബ്രിഡ്ജിന്റെ അടിയിലായിട്ട് ചൂട് കൊണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം ഫ്രോസനായി. നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത് ഇതിലൂടെ തന്നെയാണ്. ആ എം ജി കിടക്കുന്നില്ലേ, അതിലൂടെ വണ്ടി ഓടിച്ചതൊക്കെ നമ്മൾ. നിങ്ങളെ ഈ വണ്ടി ഇതിന്റെ മേളിൽ കൂടെ ഓടിച്ചോ? ആണോ? എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ? എന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അടിപൊളി. ദൈവമേ, ശരിക്കും ഇത് കടലിടുക്കാണ്. നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ തിരയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. കടലിടുക്കാണ് ഇവിടെ. ശരിക്കും വിന്ററിൽ ഇവിടെ നിന്ന് സ്വീഡനിലേക്കുള്ള ഫെറി സർവീസ് കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റേ ഐസ് ബ്രേക്കർ ഉണ്ടല്ലോ, ഐസ് ബ്രേക്കർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അത് പൊളിയായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഇപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഐസ് ബ്രേക്കർ ഒക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് അന്റാർട്ടിക്കയൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. ഫിൻലൻഡിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റേ വെള്ളമാണല്ലോ കടലില് അല്ലേ. ഇവിടെ കടലിൽ വെള്ളമാണ് കണ്ടോ, വെള്ളം. പക്ഷെ അതെ, സൈഡിലൊക്കെ ഇവിടെ മറ്റേ ഇങ്ങനെ ഐസായിട്ട് കിടപ്പുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് വെള്ളമുണ്ട്. ഇതിപ്പോ 1-2 ആഴ്ചയായിട്ട് പ്ലസ് ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഫ്രോസൺ ആയി കിടക്കുന്നത്. ഓ അത് ശരി. ഓക്കെ, ഇതൊക്കെ ശരിക്കും മറ്റേ കടലിന്റെ ഭാഗം. അടിപൊളി. അവിടെ ഒരാളായിരുന്നു ഐസ് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി. വന്നിട്ട് കടലിൽ ഇറങ്ങി, കടലിൽ കൂടെ നടന്നില്ല എന്നുള്ള പരാതി വേണ്ട. ലേക്കിൽ നടന്നു, റിവറിൽ നടന്നു, കടലിൽ കൂടെ നടന്നില്ല എന്നുള്ള പരാതി വേണ്ട. ഇത് നമുക്ക് കണ്ടോ, ഇത് ചെറിയ മൈന്യൂട്ട് തിരയടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെനിക്ക് തോന്നുന്നു വെള്ളമായി തുടങ്ങി തോന്നുന്നു കേട്ടോ. ആയാ അവിടെ ചെറിയ നനഞ്ഞു. കടലിൽ കൂടെ നടക്കാനുള്ള സമയം ആയില്ല, അത് കഴിഞ്ഞു. ആ സൈഡ് വെള്ളമായി, മനസ്സിലായി. അപ്പം അങ്ങ് മുങ്ങി പോവില്ല അല്ലേ. നമ്മളിതൊക്കെ ഒരു മാസം മുന്നേ വന്നായിരുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ച വരെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതാണ്ട് ഇവിടത്തിലൂടെ വണ്ടി ഓടിച്ച് കളിക്കുകയായിരുന്നു. അതാണ് അവസ്ഥ. ഇതിപ്പോൾ കണ്ട് ഇതായി തുടങ്ങി. പക്ഷേ കടലിൽ കൂടെ നടക്കാൻ പറ്റിയില്ല ഗൈസ്. നിങ്ങളുടെ ഷൂ നനഞ്ഞല്ലോ. ഒടുക്കത്തെ വെയിലും ഒടുക്കത്തെ കാറ്റും ഒടുക്കത്തെ തണുപ്പും. അയ്യോ, കൈ പോലും പുറത്തിടാൻ പറ്റുന്നില്ല, അതുപോലെ തണുപ്പാ. ഈ വെയിൽ കണ്ടാൽ പറയും ഇവിടെ ഇത്ര തണുപ്പുണ്ടെന്ന്. ആന്നേ, ഇത് മറ്റേ ബോട്ടുകൾ
അടുപ്പിക്കുന്ന സ്ഥലമാണോ? നമ്മൾ വന്ന പാലം നമുക്ക് അവിടെ കാണാം, ബോട്ടുകളൊക്കെ അടുപ്പിക്കുന്ന സ്ഥലം. ഇതെന്തോ ഇത് വെള്ളമോ? ഓക്കെ ഓക്കെ ഓക്കെ. സമ്മറിൽ ഇവർക്കൊക്കെ ആകെ കുറച്ച് സമയം സമ്മറുണ്ട് കേട്ടോ. ആ ഉള്ള സമയങ്ങളിൽ ഇവരിങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് കടലിങ്ങനെ മാക്സിമം യൂസ് ചെയ്യും. ഇവിടെ ഫിഷിങ് ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഇവിടെ ആ കാണുന്ന പാലം, നമ്മൾ വന്ന പാലം, ഇത് കൊള്ളാം. അതിലൂടെ ഇങ്ങനെ നദി ഒഴുകുന്ന പോലെ വെള്ളം ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഒഴുകുന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ സ്നോ വീണ് ഉറച്ച് കിടക്കുക ഇവിടെയൊക്കെ, കണ്ടില്ലേ നോക്കി ഉണ്ടോ? ഇതൊക്കെ ഇനി ഉരുകി കഴിയുമ്പോഴത്തേക്കിനും അടുത്ത സ്നോ വീഴാനുള്ള സമയമാവും. ഇനി ഗ്ലൗസ് എടുക്കട്ടെ, ഇതില്ലാണ്ട് പറ്റില്ല കൈസ്. എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എന്താ പറയുക, ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഇതുപോലെ സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഐസ് ആവുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ത് രസമാണ് ഇതൊക്കെ കാണാനായിട്ട്, എന്ത് ഭംഗി കാണാനായിട്ട്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ കുമ്പളങ്ങി പോകുമ്പോഴേക്കിന് റോഡിൻ്റെ അപ്പുറം അപ്പുറം ചെമ്മീൻ കെട്ട് കിടക്കുന്ന പോലെയാണ് ഇവിടെ ഇങ്ങനെ ഈ കടലെടുക്കുകൾ ഇങ്ങനെ കയറി കിടക്കുന്നത് കണ്ടോ. ഇതെല്ലാം ചെറിയ കോട്ടേജാണ്, ഓരോരുത്തരുടെ സമ്മർ കോട്ടേജിലാണ്. സമ്മർ കോട്ടേജ് ഉണ്ടല്ലേ? പിന്നെ ഇതുപോലെ ഇവിടെ നിങ്ങളുടെ സമ്മർ കോട്ടേജ് എവിടാ? നമ്മൾ സമ്മർ കോട്ടേജ് ആയിട്ടില്ല. ഇവിടെ ഇത് റെന്റിന് കൊടുക്കുന്ന സ്ഥലമാണ്. ഇത് നേരെ സൗണ കഴിഞ്ഞതിന് ശേഷം, അത് ഇപ്പോഴും കൊടുക്കുന്നതാണ്. സൗണ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐസിലേക്ക് നേരെ ചാടുന്ന പോലെയുണ്ട്. മനസ്സിലായി. ക്യാമറമാൻ ഇതൊക്കെ ഇത് പഴയതാണ്, ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളങ്ങനെ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഒരു വില്ലേജിലേക്ക് എത്തി. അല്ലേ, ആ റെഡ് കളറിലെ വീടുകളൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവരെന്താ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് മറ്റേ പുല്ലില്ലേ, സമ്മറിലെ പുല്ലിങ്ങനെ, ആ പുല്ലിങ്ങനെ ഓട്സ് പറയാനുണ്ട്. പിന്നെ ഫാമൊക്കെയായിട്ട്. ഇവിടെ ചെറിയ ഇതാണെങ്കിൽ പോലും ഇവർക്ക് സ്കൂള്, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഓ അത് ശരി. ഓക്കെ, ഈവൻ ജിമ്മ് മുതൽ എല്ലാ സെറ്റപ്പുകളും ഉണ്ടാവും അല്ലേ? ഓക്കെ, അടിപൊളി. കൊള്ളാം. അവിടെ എന്തോ സംഭവം, എന്തോ ഒരു മെഡിക്കൽ ഫാർമസി പോലെ എന്തോ ഒരു സംഭവമാണ്. ക്ലിനിക്ക് ഉണ്ട്, മറ്റേ നമ്മുടെ നാട്ടിലെ മറ്റേ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള സെറ്റപ്പുകൾ. ഒരു വിജനമായിട്ടൊരു സ്ഥലം. എനിക്ക് നമ്മൾ ഏകദേശം ഒരു 10-40 കിലോമീറ്റർ വന്നില്ലേ? വന്നു കഴിഞ്ഞു. എൻ്റെ ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റോ പെട്രോൾ പമ്പ് ഉണ്ടല്ലേ, പെട്രോൾ പമ്പ്, കോഫി ഷോപ്പ്, അങ്ങനത്തെ പരിപാടികൾ. ഒരു ചെറിയ ഗ്രാമം. പിന്നെ കുട്ടികൾക്ക് ഇവിടെ കളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ പാർക്ക് കാണാം. പിന്നെ ഇത് എന്തെങ്കിലും കടയായിരിക്കും. ഇങ്ങനത്തെ പല പല സംഭവങ്ങളും കാണാം. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് വീടുകൾ കണ്ടോ. പക്ഷെ പുറത്തൊന്നും ഒറ്റ മനുഷ്യനെ കാണാൻ കിട്ടൂല. വിൻ്റർ ആയ പിന്നെ പ്രത്യേകിച്ചും. സമ്മർ ആയ ഇവരെല്ലാം പുറത്തു വരിക്കും. വിൻ്റർ ആണെങ്കിൽ ഒരുത്തനെയും പുറത്ത് കാണാൻ പറ്റില്ല. ഞാൻ ആലോചിക്കുന്നത് സമ്മറിൽ ഈ സ്ഥലമൊക്കെ എന്ത് ഭംഗിയായിരിക്കും. ഭയങ്കര ഇപ്പൊ തന്നെ മറ്റേ ആ പൈൻ മരത്തിന്റെ ഗ്രീനറിയും ബാക്കിയുള്ളതൊക്കെ കാണാം. പക്ഷെ സമ്മർ ആകുമ്പോഴത്തേക്കിനും അത് വീണ്ടും അടിപൊളിയായിരിക്കും. ഞങ്ങളിപ്പോൾ ആ ഒരു ഐലൻഡിൻ്റെ ആ ഒരു ഓൾമോസ്റ്റ് ഒരു എൻഡ് ഭാഗത്തെത്തി. റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടു. ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള റെഡ് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമ്മർ ആകുമ്പോഴത്തേക്കിനും ഇവിടെ ആളുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുണ്ടല്ലോ, അതായത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പിന്നെ ബോട്ടുകളും അതേപോലെ തന്നെ അവരുടെ യന്ത്രസാമഗ്രികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും പിന്നെ അങ്ങനെയുള്ള പല പല കടകളും അതുപോലെ അതിനോടനുബന്ധിച്ച പരിപാടികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഇതൊക്കെ മറ്റേ കടലിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികളാണ്. ഇതെന്താ ഇവിടെ എന്തൊക്കെയോ കുറേ സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടൊരു സംഭവം. ഇതെന്താ ബ്രോ എഴുതി വെച്ചിരിക്കുന്നത്? പിന്നെ ഇത് ഫോറസ്റ്റ് ആണ്. അതാണ് ഈ 4 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. അത് ശരി. അങ്ങോട്ട് വണ്ടിയും കൊണ്ട് പോകാൻ പാടില്ല, പക്ഷേ നടന്ന് പോകണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നമുക്ക് ഈ ഭംഗിയാട്ടോ ഈ കാണുന്നത്. എനിക്ക് ഇവരുടെ ഈ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു റെഡ് കളറ്. ചെറിയ ഷോപ്പുകളുണ്ട്, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. സമ്മറിലൊക്കെയാണ് കൂടുതൽ. പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഓക്കെ. ഇവിടെ ഒരു മാപ്പ് ഉണ്ട്. ഈ മാപ്പിൽ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് എഴുതിച്ചിട്ടുണ്ട്. അതായത് ഇതാണ് ബിയോർക്കോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ദ ഹയസ്റ്റ് പാർട്സ് ഓഫ് ബിയോർക്കോ റോസ് അപ്പ് ഫ്രം ദ സീ ഡ്യൂറിംഗ് ദ 9th and 10th centuries അറൌണ്ട് 1000 വർഷത്തിൽ. ഫിഷർമാൻ സ്റ്റാർട്ടഡ് ടു ക്യാമ്പ് ഇൻ ദ ഏരിയ ഡ്യൂറിംഗ് ദെയർ ഫിഷിംഗ് ട്രിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതാണ്ട് ഇവിടെ എവിടെയായിരുന്നു വാസ. ഇതാണ് വാസ എന്ന് നമ്മളിങ്ങനെ
പാലമൊക്കെ കയറി ഇങ്ങനെ എവിടേക്കോ വന്നിരിക്കും. ഇതൊക്കെ ഇവിടുത്തെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടോ ഇവിടെ? തൗസൻഡ്സ് ഓഫ് ലേക്കുകളല്ലേ മൊത്തം നമ്മുടെ സ്ഥലമാണിത്. അതുപോലെ കുഞ്ഞു നമുക്ക് ഇതിനപ്പുറത്തെ ഒരു വശമാണ്, അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും കുഞ്ഞതായിട്ട്. കുറെ ഐലൻഡ്സ് ഉണ്ടല്ലേ? അടിപൊളി. ശരിക്കും ഇവിടെ ഇപ്പം വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് കടമക്കുടി എന്ന് പറഞ്ഞേനെ, അല്ലെങ്കിൽ നമ്മുടെ കുമ്പളങ്ങി എന്നൊക്കെ പറഞ്ഞേനെ. അതേപോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് അവിടെ ഐസ് ഫിഷ് ചെയ്യുന്നു. ഐസ് ഫിഷ് ചെയ്യാണ്. കാറ്റത്ത് ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഇവന്മാർ ഐസ് ഫിഷിങ് ചെയ്യാൻ വേണ്ടി പോകും. ഇതുകൊണ്ടോ ഇതെന്തോ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർജ് പോലെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുമോ? ഈ കടലിലൊന്നും ഇറങ്ങണമെന്നുണ്ടായിരുന്നു. ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ തെന്നെന്നും കല്ല് പോലെ ഇരിക്കുന്നത്, പക്ഷെ ഭയങ്കര തെന്നൽ. എൻ്റെ ഷൂവിനാണ് അത്ര ഗ്രിപ്പും ഇല്ലല്ലോ ഇതിന്. എന്നെ പറ്റി ഗ്രിപ്പോ ഷൂ ആണല്ലോ, പക്ഷെ ഇവിടെ ഭയങ്കര സ്മൂത്താണ്. നോക്കട്ടെ, യെസ് ഇറങ്ങാം. ഇവിടെ നിൽക്കാം, കുഴപ്പമില്ല. ഇവിടെ വരെയൊക്കെ വരാം. പക്ഷെ ഇവിടെ ഭയങ്കര വഴുക്കലാണ്, രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റുമല്ലേ? ഫോറസ്റ്റിൽ പോയി ഗ്രില്ല് ചെയ്യാൻ പറ്റുമോ? അവിടെ നമുക്ക് ചെറിയൊരു പോലെ ഉണ്ട്, പിന്നെ ഫുഡൊക്കെ ഉണ്ട്. നമുക്ക് ഏത് ഫോറസ്റ്റ് നിങ്ങൾ ഇടുക്കിക്കാരനല്ലേ? പിന്നല്ലേ. സ്ഥലം എവിടെയാന്ന് പറഞ്ഞേ? രാജാക്കാട്. അപ്പുറത്ത് വനത്തിനകത്ത് പോയി ഗ്രില്ല് ചെയ്യാവോ? പണിവാളും അകത്ത് കിടക്കും, മരം കത്തിക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത്. അതെ, എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ആ വേസ്റ്റ് എടുത്തിട്ട് പോകും, ചൂഷണം ചെയ്യുന്നില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഇവിടെ ഇതൊക്കെ നമുക്ക് വന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഇതൊക്കെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസ് ആയിരിക്കും. നമുക്ക് ആളുകളൊക്കെ വരുന്നു, നമുക്ക് തന്നെ ഇവിടെ വന്ന് ഗ്രില്ല് ചെയ്യാം, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ വരുന്നവരുടെയൊക്കെ കയ്യിൽ ബിയറും മദ്യമൊക്കെ ഉണ്ടാവും, അവരതൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കും. ലൈക്ക് എല്ലാം കൺട്രോൾഡായിട്ട് അച്ചടക്കത്തോടെ ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളതാണ് ഇവിടെയൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഓപ്പണാക്കി കൊടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ. നമുക്കത് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ നാട്ടിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മദ്യം സുലഭമാക്കി കൊടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ എന്താ പറയുക, ആളുകൾ അതും ഇതും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സുലഭമാക്കി കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് എന്താ പറയുക, അച്ചടക്കത്തോടെ അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് കൺട്രോൾഡായിട്ട് ഉപയോഗിക്കാനോ ഒന്നും അറിയാത്തതാണ് പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. അതാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഇവിടെ നമ്മളെന്ത് ചെയ്യും, കുടിച്ചിട്ട് കുപ്പി വലിച്ചെറിയും, കഴിച്ചിട്ട് വേസ്റ്റ് ഇടും. നമ്മളിപ്പോഴും ആ ഒരു സിവിക് സെൻസ് പഠിച്ചിട്ടില്ല പല കാര്യങ്ങളും. ഇപ്പോൾ ആംസ്റ്റർഡാം അടക്കം, യൂറോപ്പ് അടക്കം, US അടക്കം പല രാജ്യത്തും കഞ്ചാവ് പലതും ലീഗലാണ്. അതായത് പലതരത്തിലുള്ള സാധനങ്ങൾ ലീഗലാണ് എന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ക്രൈം പോലും അവിടെ അത്രയും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ ഒന്നും പറയണ്ട. ഇപ്പോൾ ഈയിടെയൊക്കെ ആയിട്ട് TV-യിലൊക്കെ കാണുന്ന വാർത്ത കാണുമ്പോഴത്തേക്കിനും പേടിയാവുന്നു. സ്കൂളുകളിൽ പഠിപ്പിക്കാൻ മുതലേ എങ്ങനെയാണ് വേഷം അത് ചെറുപ്പത്തിൽ അവരെ കൊണ്ടുപോവാണ്, കാണിക്കുവാണ്. നമ്മുടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നില്ലല്ലോ. നമ്മുടെ സ്കൂളിൽ ഞാൻ ജപ്പാനിൽ പോയപ്പോഴാണ് അവിടുത്തെ സ്കൂളിൽ ആദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെ ടോയ്ലറ്റ് വൃത്തിയായി ഉപയോഗിക്കാം, എങ്ങനെ നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കണം. നമുക്കിപ്പോൾ അറിയാം നമ്മുടെ സ്കൂളിൽ ഏത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിക്കണമെന്ന്. അതൊക്കെ ഒത്തിരി സംഭവങ്ങൾ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ തലങ്ങൾ മുതൽ പഠിച്ചു വരണം. അല്ലാതെ സൈൻ തീറ്റയും കോസ് തീറ്റയും മാത്രം പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുകയില്ല. ബാക്കിയുള്ള കാര്യങ്ങളെ ഫോറിനേഴ്സ് വരുമ്പോഴേ ആദ്യമേ അവരിവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ആദ്യമേ പഠിപ്പിക്കും. അതെ, അതാണ്. അയ്യോ ഒന്നും പറയാൻ ചൂയിങ് കഴിഞ്ഞിട്ട് പോലും അത് പുറത്ത് എറിയത്തില്ല. കാരണം ഈ കിളികൾ ചിലപ്പോൾ കൊത്തിയാത്തിങ്ങൾ മരിച്ചിട്ട് പോകുന്നതുകൊണ്ട് അതെ അതുപോലും എടുത്തില്ല. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ പലർക്കും കുറ്റമാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതൊന്നും അല്ല. അതൊക്കെ കാരണമാണ് നമുക്ക് പല കാര്യങ്ങളും നടക്കുന്നത്. കണ്ടില്ലേ, രസമുണ്ട് കേട്ടോ കാണാൻ ശരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനായിരിക്കും ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്? ഈ സ്ഥലം അവിടെ പോയി ഒന്ന് ചൂണ്ടിടാനാണോ? അല്ല, ബോട്ടിൻ്റെ ഡോക്കാണല്ലേ. അടിപൊളി. ചെറിയ ബോട്ടുകളൊക്കെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അവിടെ കുറേ ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ ആ കടലിലേക്കൊന്ന്, പക്ഷെ ഞാൻ ഷൂ ഓക്കെ ആണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ വെള്ളത്തിലിറങ്ങി പോകുന്ന പോലെ അതൊക്കെ അവിടെ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരിടത്തേക്ക് നമ്മളൊന്ന് പോകാൻ വേണ്ടി തെന്നൽ വന്നതും. നമ്മുടെ പ്രശ്നം എന്നറിയോ, നമ്മൾ മറ്റേ ആ ലേക്കിൽ പോയെന്ന് നടന്നപ്പോഴത്തേക്ക് ഇത്രയും തെന്നല്ലായിരുന്നു. കടലിലെ വെള്ളത്തിനെന്താ
ലേക്കിലെ വെള്ളത്തിൽ പ്ലസ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന്റെ ടോപ്പ് മെൽറ്റായി. അതാണ് സംഭവം. ഇവർക്ക് ഈ സ്പൈക്സ് ഉള്ള ഷൂ അഡീഷണൽ ആയിട്ട് ഇടാനും പറ്റുമേ. അഡീഷണൽ ആയിട്ട് മറ്റേ സ്പൈക്സ് വെക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അപ്പോൾ നമ്മുടെ ഷൂവിന് എത്ര ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ഇതിനെ വെളിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. ഇത് ആക്ച്വലി സ്കേറ്റിംഗ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും അല്ലേ ഇപ്പം? ഇതിന് മേളിക്കൂടൊക്കെ എന്തൊക്കെ പരിപാടികളല്ലേ. നമ്മളിനി തിരിച്ചു പോവാണ്. നമ്മൾ വന്ന വഴി സെയിം വന്ന പാലം. അടിപൊളി. എന്താ അല്ലേ, കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ ഉജ്ജ്വലമായിട്ട് കണ്ടപ്പോഴത്തേക്കിനും അതിഭയങ്കരമായ സന്തോഷമാണ് സുഹൃത്തുക്കളെ. എന്താ സൂര്യനില്ലെങ്കിൽ ആകെ ഡിപ്രഷൻ മൂഡാണേ. പൊന്നു. ശരിക്കും നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ, അതായത് എത്ര മാസമാണ് ഡേ ലൈറ്റ് കുറവ്? അതായത് 3 മാസം ഡേ ലൈറ്റ് വളരെ കുറവാണ്. ഒരു 3 മണിക്കൂറൊക്കെ 4 മണിക്കൂറൊക്കെ ഉള്ളൂ. അതുപോലെ സമ്മർ ആയി കഴിയുമ്പോൾ ഒരു 4-5 മാസത്തോളം നമുക്ക് ഫുൾ ടൈം സൺലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഫുൾ ടൈം ഇരുട്ടുള്ള ദിവസങ്ങളും ഉണ്ട്, അതുപോലെ ഫുൾ ടൈം സൺലൈറ്റ് ഉള്ള ദിവസങ്ങളും ഉണ്ട്. ഈ ഐസ്ലാൻഡും ഗ്രീൻലാൻഡും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെയാണല്ലോ. അതെ. സമ്മർ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഈ രാത്രി നമ്മുടെ ഉറക്കമെല്ലാം സമയത്ത് കിടക്കും, പക്ഷെ നമുക്ക് ഇവിടെ പോകുമ്പോഴും യാത്രയൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. സമ്മറിൽ ട്രിപ്പ് അടിക്കാൻ രസം, ഒത്തിരി ഡേ ടൈം കിട്ടും. അത് ഭയങ്കര രസമാണ്. എന്തായാലും ഫിൻലൻഡിൽ വന്നിട്ട് ഫിൻലൻഡില് ഒരു നല്ലൊരു വില്ലേജ് കാണാൻ സാധിച്ചു. ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ സിറ്റി വിട്ടു പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷൻ കണക്ടിവിറ്റി എല്ലാം സിറ്റി വഴി ആയതുകൊണ്ട് നമ്മൾ സിറ്റി ത്രൂ ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിനിയിപ്പോൾ ഫെറി ടെർമിനലിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു 4 മണിക്കൂർ എന്തോ ഉള്ള ഒരു ഫെറിയിൽ കയറിയാണ് നമ്മൾ സ്വീഡനിലേക്ക് പോകുന്നത്. സ്വീഡനിൽ ഉമിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഫിൻലൻഡിന് സ്വീഡനിലും ഇടയ്ക്ക് നമുക്ക് ഫിൻലൻഡിൽ നിന്ന് ആക്ച്വലി നമുക്ക് സ്വീഡനിലേക്ക് നമുക്ക് ബൈ റോഡ് പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം. പക്ഷേ ട്രെയിനിൽ ഡയറക്റ്റ് ട്രെയിൻസ് ഇല്ല. ഫിൻലൻഡും സ്വീഡനും തമ്മിൽ ട്രെയിൻ കണക്ടിവിറ്റി, 2 ബോർഡേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഓടുന്നില്ല. കെമി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങ് ടോപ്പിൽ മുകളിൽ, അതായത് ഫിൻലൻഡിന് ഏറ്റവും മേളിലായിട്ട്. ഈ സ്റ്റോക്ക്ഹോമിന്ന് ഏകദേശം ഒരു 10-12 മണിക്കൂർ ട്രാവൽ ചെയ്താലേ ഈ കെമി എത്തുള്ളൂ. എന്നിട്ട് കെമിയിൽ നിന്ന് വീണ്ടും ഒരു 10-15 മണിക്കൂർ ട്രാവൽ ചെയ്താലേ താഴെ ഹെൽസിംകിയിൽ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് കിടക്കുന്നത് ഇങ്ങനെ രീതിയിലാണ് ഇവിടുത്തെ ഒരു ജോഗ്രഫി. അത് നിങ്ങൾക്ക് മാപ്പ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഹെൽസിംകിയിൽ നിന്ന് സ്റ്റോക്ക്ഹോം പോകാനായിട്ട് 17 മണിക്കൂറിൻ്റെ ഫെറിയുണ്ട്. പിന്നെ ഹെൽസിംകി ഇപ്പുറത്ത് തുർക്കു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ തുർക്കു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 10 മണിക്കൂറിൻ്റെ ഫെറിയുണ്ട് സ്റ്റോക്ക്ഹോമിലേക്ക്. ഏറ്റവും ഡിസ്റ്റൻസ് കുറഞ്ഞ 2 ഭാഗങ്ങളിലാണ് ഞാനിപ്പോൾ ഉള്ളത്, വാസ ടു ഉമിയ ഫെറി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഫെറിയിൽ കയറി നമ്മളിനിയിപ്പോൾ അടുത്ത സ്വീഡനിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ പുള്ളി എന്നെ ഫെറി ടെർമിനലിൽ കൊണ്ടുവിടും. ഞങ്ങളിപ്പോൾ ഫെറി ടെർമിനലിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയുക, പൈൻ മരക്കാടുകൾ, പൈൻ ഫോറസ്റ്റ് അല്ലേ. ഇതിനകത്തെല്ലാം ബ്ലൂബെറി ബുഷസ് ആണ് നിൽക്കുന്നത്. ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് ബ്ലൂബെറി കിട്ടുമെന്ന്. അത് മറ്റേ വെറുതെ വൈൽഡ് ബ്ലൂബെറീസ് വെറുതെ കയറി പറിച്ചെടുത്ത് വെക്കാം. നമ്മൾ സാധാരണ ഇതിൽ സമ്മറിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-15 കിലോയൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ പഴത്ത് പറിച്ച് ഇടയ്ക്കായിട്ട് പോയിട്ട് കളക്ട് ചെയ്യും. നമ്മൾ വിന്ററിൽ മൊത്തം നമ്മളത് യൂസ് ചെയ്യും. നമ്മൾ ആ ഫെറി ടെർമിനലിൻ്റെ അടുത്തേക്ക്, പോർട്ടിനടുത്തേക്ക് വരാറായപ്പോഴത്തേക്കിന് ഇവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ മറ്റേ സ്റ്റോറേജ് ഏരിയകളായിരിക്കും കൂടുതലും. പിന്നെ ചെറുതല്ല, അത്യാവശ്യം വലിയ ഇൻഡസ്ട്രി യൂണിറ്റുകൾ, കൂടുതലും സ്റ്റോറേജ് ഏരിയാസൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. കാരണം 2 രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡിങ്ങും ബാക്കിയുള്ളതൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ വാസ ലൈൻ എന്ന് പറഞ്ഞൊരു ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പാസഞ്ചർ ടെർമിനൽ ഉണ്ടാവുമല്ലോ, കാർഗോ, പിന്നെ പാസഞ്ചർ ടെർമിനൽ എവിടെ ആയിരിക്കും, അത് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ നൈസ് മീറ്റിംഗ് യു ബ്രോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. അപ്പോൾ കാണാം കേട്ടോ, നാട്ടിൽ വരുമ്പോൾ കാണാം. തീർച്ചയായിട്ടും നാട്ടിൽ വരുമ്പോൾ കാണണം, വീട്ടിൽ വരണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം കുട്ടികളെല്ലാവരുമായിട്ട് വരണം. അവിടെ യുദ്ധം നടത്താം, നമുക്ക് പിള്ളേരെല്ലാം കൂടെ വരുമ്പോൾ ഒരു യുദ്ധം നടത്താം. അപ്പോൾ യാത്ര അടിപൊളിയാകട്ടെ, നിങ്ങൾക്കും അടിപൊളിയാവട്ടെ. എല്ലാവരും നല്ല ഇവിടുത്തെ സംബന്ധം അറിയോ, ഇവിടെ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അച്ഛനും ലീവ് കിട്ടും. നമ്മുടെ നാട്ടിൽ അമ്മയ്ക്ക് മാത്രമല്ല ലീവ് കിട്ടുള്ളൂ. അതായത് മറ്റാണിറ്റി ലീവ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും കിട്ടും. അതായത് കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും തുല്യമാണെന്നാണ് ഇവിടുത്തെ സർക്കാർ പറയുന്നത്. അത് തന്നെ, 160 ദിവസം ഞങ്ങൾ അപ്പനും 160 ദിവസം അമ്മയ്ക്കും. അതെ, അപ്പോൾ അതുകൊണ്ടാണ് കക്ഷി ഇപ്പം എൻ്റെ കൂടെ 2 ദിവസം കറങ്ങി നടന്നത്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് നടക്കട്ടെ. നമുക്ക് നാളെ ഇവിടുന്ന് കപ്പലിൽ കയറി ഐസ് ബ്രേക്കറൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് മഞ്ഞൊക്കെ ആയിട്ട് കിടപ്പാണ്, സ്നോ ആയിട്ട് കിടപ്പുണ്ട് കടലൊക്കെ. കപ്പലിൽ കയറി നമ്മൾ സ്വീഡനിലേക്ക് പോകുന്നു. നാളെ കാണാം. ബൈ.